ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നമുക്കിന്നൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ കണ്ടാലോ? എൻ്റെ ഈ ഒരു ചെറിയൊരു കുട്ടി ഹെയർ വെച്ചിട്ട് ഞാനൊരു 5 ഹെയർ സ്റ്റൈൽ നിങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഞാൻ ആക്ച്വലി ഇത് ഒരു 2 ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, അപ്പം ഇന്നാണ് എനിക്കത് വോയിസ് ഓവറൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈല് സാധാ സിമ്പിൾ ഹെയർ സ്റ്റൈൽ കേട്ടോ, വലിയ മാരകമായിട്ടുള്ള ഹെയർ സ്റ്റൈലൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിത്തിൻ സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. ഒരെണ്ണം ഫ്രീ സ്റ്റൈലായിട്ട് വരുന്നുണ്ട്, ഒരെണ്ണം പോണിറ്റെയിലായിട്ട് വരുന്നുണ്ട്, ഒന്ന് വന്നിട്ട് ചെറിയ ടിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. ഫസ്റ്റ് വൺ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. സിമ്പിളാണ്. അപ്പം ഞാനിങ്ങനെ മുടിയിലെ ഈ കെട്ടൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. കാര്യം ഞാനങ്ങനെ ഓയിലൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ ദിവസവും കുളിക്കാറുമില്ല തല, അത് വേറെ ഒരു കാര്യം. ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ദിവസം കുളിച്ച് കഴിഞ്ഞാൽ മുടി ആകെ ഊരി മുട്ടയാകും. അതുകൊണ്ട് ഞാൻ ദിവസം കുളിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ മുടി കുറച്ച് ഫ്രിസിയാണ്. അപ്പം മുടിയിലെ കെട്ടൊക്കെ നമ്മൾ നന്നായിട്ട് പോക്കിയതിന് ശേഷം മുടി നല്ലോണം കോംപ് ചെയ്യുക. ആൻഡ് ഞാൻ ഫ്രിഞ്ചസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അപ്പോൾ എൻ്റെ ഫ്രിഞ്ചസൊക്കെ നേരെയാക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലുക്കും എന്ന് പറയുന്നത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. സോ എൻ്റെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നേരെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഫ്രിഞ്ചസ് ഫ്രണ്ടിലേക്ക് ഇടുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. പിന്നെ അത് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ബാക്കിലോട്ടേക്കും ചീന്തുന്നുണ്ട് മുടി. ബാക്കിലോട്ടേക്കും കൂടി മുടി കോംബ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുകയാണ്, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത്. ഞാൻ ബേസിക്കലി ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ അധികവും ഇതുപോലെയാണ് പോകാറുള്ളത്. മീൻസ് ഈ ഫ്രിഞ്ചസൊക്കെ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. കാര്യം പുറത്തേക്കൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ചിലപ്പം കാറ്റിലൊക്കെ ഇങ്ങനെ പാറുമ്പം സൈഡിലോട്ടൊക്കെ ഇരിക്കും. ബട്ട് എനിക്ക് യൂഷ്വലി ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്, ഫ്രീ ഹെയർ സ്റ്റൈൽ. അപ്പം ഞാൻ രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ മുടി കോംബ് ചെയ്യാണ്. അതിന് നമുക്ക് വേണ്ട ഒരു മെയിൻ സാധനമാണ് നമ്മുടെ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത്. പണ്ട് ഞാൻ ഒരുപാട് ഹെയർ ബാൻഡൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത്. എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ വന്നിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ എനിക്ക് കൊണ്ടുത്തരായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ള. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കൊരു പിങ്ക് കളർ ഹെയർ ബാൻഡായിരുന്നു പുള്ളി കൊണ്ടു തന്നത്. പിന്നെ അത് കാണാതെ ആയിപ്പോയി. ഇപ്പോൾ അതില്ല. ചെറുപ്പത്തിലുണ്ടായിരുന്നൊരു ഹെയർ ബാൻഡ്, ബട്ട് സ്റ്റിൽ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. പുള്ളി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്, അത് വിട്. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് ഇവിടെ എന്താ പറയുക, ഞാനിങ്ങനെ ഹെയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രിഞ്ചസ് ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുവാണ്, എങ്ങനെയുണ്ട് ആ 2 ലുക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇതും കറൻ്റ്ലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഒന്നുമില്ല, ഹെയർ ബാൻഡ് വെക്കുന്നു, ഫ്രിഞ്ചസൊക്കെ ജസ്റ്റ് മുന്നിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രിഞ്ചസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതുപോലെ ഹെയർ ബാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ട് ഫ്രിഞ്ചസ് ഫ്രണ്ടിലേക്ക് ഇടുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അധികവും ഇങ്ങനെയാണ് ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യാറ്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുടി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നേരത്തെ ഞാൻ പറയില്ലേ, ഫ്രീ സ്റ്റൈലായിട്ടുള്ള ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഒരു ടൈപ്പാണ്. സോ ഇത്രയുള്ള എൻ്റെ രണ്ടാമത്തെ ലുക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ലുക്കാണ്. മൂന്നാമത്തെ ലുക്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചെറിയ ടിക്ക് ഉണ്ടാവില്ലേ, ഓരോരുത്തരെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ടിക്ക് എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള ഈ ക്യൂട്ടായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ടിക്കിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ കുറച്ചധികം വാങ്ങി വെക്കും, കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എനിക്കങ്ങനെ പൊതുവേ ഈ വള, മാല, കമ്മൽ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഒരു ടിക്ക് എന്ന് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ കുഞ്ഞു കമ്മലും എനിക്കിഷ്ടമാണ്. എനിക്ക് ഒരുപാട് വലിയ ജുംക്കാസ്, ഹാങ്ങിങ്സിനെക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞ് സ്റ്റഡ്, ചെറിയ കുഞ്ഞ് ഹാങ്ങിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് എനിക്ക് പൊതുവിൽ കൂടുതലിഷ്ടം.
ഒത്തിരി വലുതൊന്നും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ അതുപോലെ എനിക്കിതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ കുഞ്ഞി ടിക് ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പോൾ ലോങ് ഹെയർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഇത് മുടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര രസമാണ്, ഒരു ക്യൂട്ട് ലുക്കാണ്. എനിക്ക് തന്നെ ഭയങ്കര ഭംഗിയിട്ടൊക്കെ എന്നെ തോന്നാറുണ്ട് പല ഹെയർ സ്റ്റൈൽ ഇതുപോലെ ഇങ്ങനെ ടിക് യൂസ് ചെയ്യുമ്പോൾ. ആൾക്കാരൊക്കെ ചിലപ്പോൾ പലതും പറയായിരിക്കും. ഞാനത് ഓൾവേസ് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറയുന്ന പോലെ ജസ്റ്റ് ഡോണ്ട് കെയർ. ആൾക്കാരങ്ങനെ പലതും പറയും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു എന്താ പറയുക ടിക്കിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ എനിക്കുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ബോക്സിൽ കുറച്ചുണ്ട്, അതിൽ കുറച്ചൊന്നും കാണുന്നില്ല ഗൈസ്. ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ വാങ്ങിക്കൊണ്ടാക്കി കേട്ടോ, എന്നിട്ട് ഇത് ഉപയോഗിക്കാൻ എൻ്റെ അടുത്ത് മറന്നു പോവും. അപ്പം അങ്ങനെ പക്ഷേ എനിക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ കാണുമ്പോഴൊക്കെ ഞാനത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹെയർ ജസ്റ്റ് ഒന്ന് പാർട്ടീഷൻ ചെയ്ത് വെക്കുന്നതാണ്. സൈഡിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ എടുത്ത് വെച്ചിട്ട് ആ ടിക് അവിടെ കുത്തുന്നു, ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വളരെ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. ഇതും എനിക്ക് ചെയ്തപ്പം ഭയങ്കര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തന്നെ തോന്നി. എന്നെ കാണാൻ ഭയങ്കര സുന്ദരിയായിരിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇവളെ വീഡിയോയിൽ വന്നിട്ട് ഭയങ്കര തള്ളാണല്ലോ എന്ന്. അപ്പോൾ സീരിയസ്ലി ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഈ ഒരു ഹെയർ സ്റ്റൈൽ? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഇപ്പോൾ ഒന്ന് നോക്കൂ, നമുക്ക് മുടി കഷ്ടപ്പെട്ട് കെട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 2 ടിക് കുത്തി കഴിഞ്ഞാൽ സംഭവം സെറ്റായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ഞാൻ തോന്നുന്നു മൂന്നാമത്തെ ഹെയർ സ്റ്റൈലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി 4മത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത ഇപ്പോൾ 2 ടിക്കല്ലേ ഞാൻ ഒരു സൈഡിൽ കുത്തിയത്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇപ്പുറത്ത് കുത്തുന്നത്, അതാണ് എൻ്റെ 4മത്തെ ഹെയർ സ്റ്റൈല്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മുടി ഇത്ര ഷോർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഒരുപാട് അങ്ങോട്ട് പരീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കിങ്ങനെ ഈ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മടഞ്ഞെടുത്തിട്ട് വരുന്ന ഹെയർ സ്റ്റൈലുണ്ട്. അതായത് ഇപ്പോൾ മറ്റേ നമ്മുടെ പ്രേമലു മൂവിയില്ലേ, അതിൽ മമിത ബിജുവിൻ്റെ ഒരു ഹെയർ സ്റ്റൈലുണ്ട്. അതായത് പുള്ളിക്കാരി ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് മടഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലുണ്ട്. അത് ബേസിക്കലി എനിക്കിഷ്ടമല്ല, എൻ്റെ ഫേസിനത് ചേരില്ല. അതുകൊണ്ടാണ് ഞാനതിവിടെ കാണിക്കാത്തത്. അത് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയും ചെയ്യും കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മറ്റേ സൈഡിൽ നിന്ന് ഞാൻ ടിക് ഊരിയിട്ട് ഇപ്പുറത്ത് കുത്തുവാണ്, 2 സൈഡിൽ ബാലൻസ് ചെയ്ത് കുത്തുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 4മത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ലൈക്ക് ഐ സെഡ് ഏർലിയർ, വളരെ സിമ്പിളായിട്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആ ടൈമിൽ ഞാൻ വിചാരിക്കുന്നുണ്ടായി എനിക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ഞാൻ എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്ത്തുള്ള ടൈമിൽ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷെ അന്ന് എനിക്ക് എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്താ പറയുക, നമ്മൾ 4മത്തെ ഹെയർ സ്റ്റൈലും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇനി ലാസ്റ്റ് വണ്ണാണ്, അതായത് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഞാൻ സമാപിക്കാൻ പോവുകയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ വീഡിയോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വൺ നിങ്ങളിൽ ചില ആൾക്കാരൊക്കെ സമന്തയുടെയും ജീവൻ്റെയും ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും, നീതാനേൻ പൊൻവസന്തം. ഐ തിങ്ക് അത് തന്നെയാണ് അതിൻ്റെ പേര് എന്ന്. ഓക്കെ, അതിൻ്റെ അകത്ത് സമന്ത ഇതുപോലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ടൈമിൽ ഈ സിനിമ ഭയങ്കര ഹിറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗതം വാസുദേവ് മേനോൻ്റെ പടമാണത്. അപ്പോൾ അതിൽ ഒരു പാട്ടുണ്ട്, നീതാനേൻ പൊൻവസന്തം. സോറി ഗൈസ്, അതല്ല, വേറൊരു പാട്ടുണ്ട്. അതായത് സമന്തൻ്റെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന ഒരു ഇതാണ്, അതായത് പുള്ളിക്കാരത്തി ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണിക്കുന്ന ഒരു പാട്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ അകത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇതുപോലെ പോണിറ്റെയിലൊക്കെ കെട്ടിയിട്ടും ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈം തൊട്ട് എനിക്ക് ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു ഗൈസ് ഫ്രിഞ്ചസ് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, അത് കണ്ടിട്ടല്ല, പക്ഷെ ആ ഒരു ഫിലിം ഇറങ്ങിയപ്പോൾ തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൽ സമന്തരെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. ഓക്കെ ഗൈസ്, നമ്മളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ അങ്ങനെ എൻ്റെ ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈലും കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പു പെട്ടെന്ന് എണീച്ച് എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ ചിരിച്ചത്. ആൻഡ് ഗൈസ്, നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്, ഞാൻ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.